അവർ ഞങ്ങളോട് പറഞ്ഞത് ഇതാണ്. അവർ കുറേ കാലമായിട്ട് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ സ്ത്രീ ആരായിരിക്കും, എഴുതിയ ആദ്യത്തെ സ്ത്രീ ആരായിരിക്കും? കാരണം മറ്റുള്ള എഴുത്തുകൾ പോലെയല്ല, സ്ത്രീകൾ എഴുതുന്നത് പലപ്പോഴും അവരാരോടും പറയാറില്ല. പറഞ്ഞാൽ തന്നെ അത് അംഗീകരിക്കപ്പെടാറില്ല, പുറത്തു വരാറില്ല. ഏത് സ്ത്രീ ആയിരിക്കും ആദ്യം എഴുതിയത് എന്നറിയാൻ ഇന്ത്യയിലുടനീളം നടന്നു അത്രേ അവർ പറഞ്ഞത്, എനിക്ക് കണ്ടു കിട്ടിയിട്ടുള്ള ആദ്യത്തെ സ്ത്രീയുടെ എഴുത്ത് പഞ്ചാബിലെ ഏതോ ഗ്രാമത്തിലെ ഓട്ട് പ്ലേറ്റിൻ്റെ പിന്നിൽ എഴുതി വെച്ച 4 വരി കവിതയാണ്. 400 കൊല്ലമെങ്കിലും പഴക്കമുണ്ട് ആ ഓട്ട് കിണ്ണത്തിന്. കവിതയ്ക്ക്, സ്ത്രീകൾ എഴുതുന്ന കവിതയ്ക്ക് അതിലുമേറെ പഴക്കം കാണണം. കാരണം ആദ്യം എഴുതിയ സ്ത്രീക്ക്, ആദ്യം കവിത ഉള്ളിൽ വന്ന സ്ത്രീക്ക് എഴുത്തറിയുമായിരുന്നിരിക്കില്ല. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ചില നിമിഷങ്ങളിൽ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ശബ്ദമിടറാതെയും വാക്ക് മുറിഞ്ഞു പോകാതെയും ചിലതൊക്കെ പറയണം എന്നുണ്ട്. പറയാൻ സാധിക്കട്ടെ ഈശ്വര. ഒരു ക്രമത്തിൽ പറഞ്ഞു തുടങ്ങും. ഇങ്ങനെ കവിതകൾ എഴുതി തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ എഴുതുന്നത് കവിതയാണെന്നൊരു അഹങ്കാരം എനിക്ക് തോന്നി തുടങ്ങിയപ്പോൾ, ഞാൻ ആദ്യം കാണിച്ചിരുന്ന കുറച്ച് ആളുകളുണ്ട്. ബിന്ദു എഴുത്തി, സവിത എഴുത്തി, എല്ലാവരും ഇല്ല, എല്ലാവരുടെയും പേര് ഞാൻ പറയുകയാണ്. ബിന്ദു എഴുത്തി, സവിത എഴുത്തി, കൃഷ്ണപ്രിയ എഴുത്തി, സജി എഴുത്തി, പിന്നെ സുരേഷ് ഏട്ടൻ, സാജേട്ടൻ, ഇവരെയാണ് കാണിക്കുക. അപ്പോൾ ഇതൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, എഴുത്ത് നിർത്തിക്കോളാൻ ആരും പറയില്ല. ഇത് മോശമായി എന്നാരും പറയില്ല. കുഴപ്പമുണ്ടെങ്കിലും ഒന്നും കൂടി നേരെയാക്കാം എന്നേ പറയുള്ളൂ. ആ ധൈര്യമുണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം കൊറോണ കാലത്ത് ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ ഞാൻ ദൃശ്യം എന്നുള്ള കവിത എഴുതി കഴിഞ്ഞു. എനിക്ക് വലിയൊരു കോൺഫിഡൻസ് ആയി. ഇത് ഏതെങ്കിലും വൃത്തത്തിലാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അഥവാ വൃത്തത്തിലാണെങ്കിൽ ആ വൃത്തത്തിൻ്റെ പേരും എനിക്കറിയില്ല. കവിത എഴുതി ഞാൻ സുരേഷ് ഏട്ടൻ അയച്ചു കൊടുത്തു. ഒരു 11:30, രാത്രി 11:30 സമയമായി. ഇപ്പം തന്നെ വായിക്കുകയും വേണം, അഭിപ്രായം പറയുകയും വേണം. അപ്പോൾ സുരേഷ് ഏട്ടനെ അറിയുന്നവർക്കറിയാം, സ്വതവേ എവിഡൻസ് ബേസ്ഡ് ആണ് സുരേഷ് ഏട്ടൻ, യുക്തിവാദിയാണ്. അപ്പോൾ സുരേഷ് ഏട്ടൻ, ഞാൻ പറഞ്ഞു ഇത് വായിച്ചിട്ട് ഇപ്പം തന്നെ എനിക്ക് മറുപടി പറയണം, ഇത് എങ്ങനെ ഉണ്ടെന്ന് പറയണം. അപ്പോൾ സുരേഷ് ഏട്ടൻ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ കവിത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മേൽപ്പത്തൂരിൻ്റെ നാരായണീയ ഞാൻ 3 പ്രാവശ്യം വായിച്ചു. അങ്ങനെയാണ് എൻ്റെ എഴുത്ത് കാരണം ചുറ്റുമുള്ള ആൾക്കാർക്കും ഒക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും സാരില്ല, നാരായണീയം കഷ്ടപ്പെട്ട് വായിച്ചാണെങ്കിലും എൻ്റെ കവിത ആസ്വദിക്കുന്ന കുറച്ചാളുകളാണ് എന്നോട് ഈ വഴിക്ക് നടന്നോളാൻ പറഞ്ഞത്. ഞാൻ അതിൻ്റെ ഒരു അഹങ്കാരത്തിൽ അങ്ങോട്ട് നടത്താൻ തുടങ്ങി. അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം പള്ളത്തേരി അനിയേട്ടൻ അബദ്ധത്തിൽ കണ്ടു ഞാൻ എവിടേക്കോ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അനിയേട്ടൻ പറഞ്ഞു, വൃത്തം തെറ്റിയിട്ടുണ്ട്, വൃത്തം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അത് ഉണ്ടെങ്കിലും എനിക്കറിയും, മനസ്സിലായിട്ടില്ല. അപ്പോൾ അനിയേട്ടൻ പറഞ്ഞു, ഇതെങ്ങനെയല്ല, അത് ആ 4 വരിയിൽ സീതയുടെ കൂടെ ഇരിക്കുന്ന രാഘവനാണ് നിലാവ് കാണുന്നത്. രാഘവൻ ഇരുന്നാൽ വൃത്തം തെറ്റും, രാമനെ ഇരുത്തി നോക്കാം. അപ്പോൾ എന്നാൽ ശരി, രാമനെങ്കിൽ രാമൻ, ഞാൻ രാമനെ ഇരുത്തി. അപ്പോൾ സവിത എഴുത്തി എന്നെ വിളിച്ച് അരമണിക്കൂർ ചീത്ത പറഞ്ഞു. ആരോട് ചോദിച്ചിട്ടാണ് ആ രാഘവനെ എവിടുന്ന് മാറ്റിയത്? വൃത്താർത്ഥമൊക്കെ പോയി തൊലയട്ടെ, ഇതാണ് കവിത, രാഘവൻ അവിടെ തന്നെ ഇരിക്കണം. ഇനി എഴുതി കഴിഞ്ഞ് എന്നെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ പറഞ്ഞാൽ ഇത് തിരുത്താൻ പാടില്ല. ഈ രാഘവൻ ഇരിക്കും, രാഘവൻ രഘുകുല വംശജനാണ്, സീതയോടുകൂടി രാഘവൻ ഇരിക്കണം, രാമൻ എവിടെയെങ്കിലും പോയിരുന്നോട്ടെ. ഇതാണ് എൻ്റെ സപ്പോർട്ട് സിസ്റ്റം. ഇവിടെ നിന്നാണ് ഞാൻ തന്നത്. അപ്പം ഞാൻ നന്ദി പറയാനൊക്കെ തുടങ്ങിയാൽ അങ്ങോട്ട് കൂട്ടിയ കൂടുന്നില്ല. വന്നിട്ടുണ്ട് സുരേഷേട്ടനും സാജേട്ടനും ഒക്കെ എൻ്റെ പുസ്തക പ്രകാശനത്തിന് വേണ്ടി ബോംബെയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നും പറയണില്ല, എവിടെയുണ്ട് പറയാനറിയില്ല.
പിന്നെ കാവ്യാലാപനം. ഈ കാവ്യാലാപനം എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്, കുറേ കാലമായി കേൾക്കുന്നു. ഇതിൽ ചേരണം എന്ന് നല്ല മോഹമുണ്ട്. ഞാൻ ചോദിക്കാൻ ധൈര്യമില്ല, എന്തൊക്കെ യോഗ്യതയാണ് വേണ്ടതെന്ന് അറിയില്ല അവിടെ ചേരാൻ. അപ്പോൾ ആരോടാ ചോദിക്കേണ്ടതെന്നും അറിയില്ല. ഒരു പ്രാവശ്യം ദാസേട്ടൻ്റെ അവിടെ പോയപ്പോൾ ദാസേട്ടൻ ആരതിയോട് പറയാണ്, ഗ്രൂപ്പിൻ്റെ ഒരു ഇതുണ്ട്, സംഗമത്. ദാസേട്ടനോട് പറയാൻ ധൈര്യമില്ല. അപ്പം ഞാൻ ആരതിയോട്, ഈ ഗ്രൂപ്പിൽ എനിക്ക് ചേരാൻ പറ്റുമോ, എന്താ പറ്റിയ ഒരു ക്വാളിഫിക്കേഷൻ? അപ്പം അതൊരു ഞാനുണ്ട്, അപ്പം സുന്ദരത്തിക്കും ആവാം. ഞാൻ എൻ്റെ വിചാരം എന്താ വെച്ചാൽ ആരതി എന്നെ അങ്ങോട്ട് ചേർക്കുണ്ടാവും, എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ആരതി രാജീവ് മാഷിൻ്റെ നമ്പർ അയച്ചു തന്നു. രാജീവ് മാഷ് ഇരിക്കുമ്പോൾ പറയേണ്ടതാണ്. നമ്പർ അയച്ചു തന്നു. മാഷിനൊരു മെസ്സേജ് അയച്ചോളൂ. എനിക്ക് നല്ല പേര്, പൊതുവെ മാഷന്മാരെ എനിക്ക് കുറച്ച് പേടിയാണ്. പോരാത്തിന് പരിചയമില്ലാത്ത മാഷാകുമ്പോൾ കുറച്ചുകൂടി പേടിയുണ്ട്. ഞാൻ പേടിച്ച് മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഇങ്ങനെ ഒരു കവിത ചൊല്ലി കേട്ടാൽ നല്ല മോഹമുണ്ട്, ഗ്രൂപ്പിൽ ചേർക്കാൻ ഇത് മതിയോ? മാഷ് മെസ്സേജ് വന്നു, ഓ മതിയല്ലോ, ധാരാളം. മാഷ് എപ്പോഴും അങ്ങനെയാണ്, അങ്ങനെ പറയുക, ആവാലോ സുനിതേ, ഒരു കവിത തരൂ, ആവാലോ സുനിതേ. ആ ശബ്ദമാണ് പിന്നത്തെ ധൈര്യം. പിന്നെ കാവ്യാലാപനത്തിൽ വന്നപ്പോൾ, ശരിക്കും കാവ്യാലാപനത്തിൽ വന്നപ്പോഴാണ് കവിതയുടെ പല മുഖങ്ങൾ, ഗദ്യകവിതയുടെ, പദ്യകവിതയുടെ, പദ്യഗദ്യവും കലർന്ന കവിതയുടെ അന്തരാത്മാവിൽ താളം കൊണ്ട് കവിത നടക്കുന്ന കാഴ്ച ഞാൻ കാവ്യാലാപനത്തിലാണ് കാണുന്നത്. ദാസേട്ടനാണ് എന്നോട് ആദ്യം പറഞ്ഞത്, ഇതൊക്കെ കൂട്ടി പുസ്തകമാക്കാം. എനിക്ക് പുസ്തകമാകെ എന്താ പൊതു 4-5 കവിത എഴുതിയിട്ടുണ്ട്. ഞാൻ ദാസേട്ടനോടൊന്ന് പറയുകയും ചെയ്തു, പുസ്തകമാക്കാനൊന്നുമില്ല. അപ്പോൾ ദാസേട്ടൻ പുസ്തകമൊക്കെ ആക്കാം. പിന്നെ ഇത് പുസ്തകമാക്കണം എന്ന് ശരിക്കും തോന്നിയത് അവിടെ അമ്മയുണ്ട്. അമ്മയ്ക്ക് വായിക്കണമെങ്കിൽ ഇപ്പോൾ പുസ്തകമാക്കണം, അമ്മ എപ്പോഴും വായിക്കും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ധൈര്യപ്പെടില്ല. ഞാൻ ജഗനോട് പറഞ്ഞു എന്താ വേണ്ടത്. അപ്പം ജഗൻ പറഞ്ഞു, അതിനെന്താ സുനിയോപ്പളെ, നമുക്ക് ശരിയാക്കാം. താങ്ക്സ് ഡാ. പുസ്തകം പ്രകാശനം ചെയ്യാൻ ആരെങ്കിലും വേണമല്ലോ. ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞു, അറിയണ പ്രശസ്തരായ എഴുത്തുകാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. എനിക്ക് പ്രശസ്തനായിട്ട് ഒരേ ഒരാളെ അറിയുള്ളൂ, ചോദിക്കാൻ ധൈര്യമുള്ള ഒരേ ഒരാളേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ ഞാൻ പേടിച്ചാണ് ഒരു മെസ്സേജ് ഇട്ടത്, ഇങ്ങനെ ഈ സമയത്ത് പുസ്തക പ്രകാശനത്തിന് പറ്റുമോ, കുട്ടേട്ടന് പറ്റുമോ? കുട്ടേട്ടന് മറുപടി അപ്പം തന്നെ വന്നു, ആവാലോ, ഏത് ദിവസാച്ചാ, ആഴ്ചയിൽ ഏത് ദിവസാച്ചാ പറഞ്ഞോളൂ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്കത്ര വലിയ തിരക്കൊന്നുമില്ല. എനിക്കറിയാം കുട്ടേട്ടന് നല്ല തിരക്കുണ്ട്. എനിക്ക് വേണ്ടി മാറ്റിവെച്ച ഈ ദിവസത്തിനും മാത്രമല്ല, അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെയാണ് പുസ്തക പ്രകാശനം നടത്തേണ്ടതെന്ന് ശരിക്കും കുട്ടിയേട്ടൻ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. സ്നേഹം. പുസ്തകം ഏറ്റുവാങ്ങേണ്ടത് ആരാണ് എന്നത് ഞങ്ങൾക്ക് അത്ര സംശയം ഉണ്ടായില്ല. ഇത് പ്രവീണേട്ടനാണ്. പ്രവീണേട്ടനോട് പറയുന്നതിന് മുമ്പ് ഞങ്ങൾ തീരുമാനിച്ചു, പ്രവീണേട്ടനാണ് പുസ്തകം. ഈ പുസ്തകം കുട്ടിയേട്ടൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം എന്ന് ഞാൻ പറയുന്നത് എൻ്റെ എഴുത്തിക്ക് സമർപ്പിച്ച പുസ്തകമാണിത്. മറ്റൊരാൾക്ക് ഏറ്റുവാങ്ങാൻ പറ്റില്ല. പ്രവീണേട്ടനോട് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, പുസ്തക പ്രകാശനം ഉണ്ട്, കുട്ടിയേട്ടനാണ് പ്രകാശനം, പ്രവീണേട്ടനാണ് അത് ഏറ്റുവാങ്ങണത്. ഓപ്ഷൻ ആയിരുന്നില്ല പ്രവീണേട്ടൻ. പുസ്തകമാക്കുമ്പോൾ അവതാരികയോ ആര് എഴുതിത്തരും? അപ്രശസ്തയായ എഴുത്തുകാരിയുടെ ആദ്യത്തെ പുസ്തകം ആര് എഴുതിത്തരും? അവതാരിക. നല്ല പേടിയുണ്ടായിരുന്നു, ആരോടാണ് പറയുക. ധൈര്യം സമ്മതിച്ചു. ഒരു ദിവസം ധൈര്യം സംഭരിച്ച് ആര്യം മാഷെ വിളിച്ചു. ആദ്യമായിട്ട് ഞാൻ ഫോൺ ചെയ്ത് തന്നാണ്. അപ്പം ഞാൻ എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു. എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് പറയേണ്ടതെന്നൊക്കെ. അപ്പോൾ ഫോൺ എടുത്തിട്ട് ആര്യേട്ടന് എന്നേ നാട്ടിലേക്ക് ഇനിയിപ്പോൾ പരിചയപ്പെടുത്തൽ ഒഴിവായി കിട്ടി. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, പുസ്തകമാക്കാനൊക്കെ ഒരു ആഗ്രഹമുണ്ട്. എന്താ വേണ്ട, അവതാരി എഴുതി തരണം എന്ന് പറഞ്ഞു. അതോടുകൂടി എനിക്ക് ധൈര്യം, ഈ പുസ്തകം എന്നുള്ള ആ സ്വപ്നം നടക്കുന്നൊരു തോന്നൽ അന്നാണ് വന്നത്. അതിനുശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാഷെ വിളിക്കും. മാഷെ വിളിക്കുന്നതും വർത്തമാനം പറയുന്നതും തന്നെ ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. ജീവിതം സിമ്പിളാണെന്ന് മാഷ വർത്തമാനം പറയുമ്പോൾ നമുക്ക് തോന്നും. മാഷെ സ്നേഹം.
പുസ്തക പരിചയം ആര് നടത്തണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എഴുതുന്നതൊക്കെ ജയെ പരിചയപ്പെട്ടതിന് ശേഷം, ജയെ ഞാൻ അങ്ങോട്ട് കൂട്ടി പരിചയപ്പെട്ടതാണ്. കാവ്യാലാപനത്തിൽ ഇങ്ങനെ ഓരോന്ന് എഴുതുന്നുണ്ടപ്പോൾ ഞാൻ പ്രൈവറ്റ് മെസ്സേജ് അയച്ചു. അപ്പോൾ ഒരു രാത്രി പ്രൈവറ്റ് മെസ്സേജ് അയച്ചു, ഇതാര്? ഞാൻ ഇന്ന ആളാണ്. ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ സോറി, പരിചയപ്പെടുത്തേണ്ടതായിരുന്നു. സാരില്ല. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു ദിവസവും ഞങ്ങൾ സംസാരിക്കാതിരുന്നിട്ടില്ല. ഈ പെരിങ്ങോട് മഴ പെയ്താൽ ഞാൻ അറിയും ധാനയിൽ ഇരുന്നിട്ട് ജയയുടെ കവിതയും എൻ്റെ കവിതയും എനിക്ക് തോന്നുന്നത് ഒരേപോലെ കൈകോർത്താണ്. 2 തരം കവിതകളാണ്, കൈകോർത്താണ് പിന്നീട് പോയിട്ട്. അതിൽ ജയയുടെ വാഴ്ത്തു പിടിച്ചാണ് ഞാൻ നടന്നത്. പിന്നെ എൻ്റെ കവിതയെ മറ്റാര് പരിചയപ്പെടുത്താൻ? സ്നേഹം. TV ബൈജു, ഞാൻ മെസ്സേജ് അയക്കായിരുന്നു കാവ്യാലാപനത്തിൻ്റെ ആദ്യത്തെ സംഗമത്തിന് സച്ചിദാനന്ദൻ്റെ അക്കമൊഴിയുമ്പോൾ എന്നുള്ള കവിത TVB പരിചയപ്പെടുത്തിയ രീതി ഞാൻ അന്തം വിട്ടുപോയി. ആ കവിത മാത്രമല്ല, ആ കവിതയുടെ പിന്നിലുള്ള ഫിലോസഫിയും അക്കയുടെ വേദാന്തവും അതിനെ വിശിഷ്ടാദ്വൈതമായിട്ട് ബന്ധപ്പെടുത്തിയ രീതിയും ഒക്കെ ഞാൻ അങ്ങോട്ട് പറയുമായിരുന്നു. പിന്നീട് ഞാൻ ചില കവിതകളൊക്കെ കാണിച്ചു കൊടുക്കുകയും TVB അത് തിരുത്തി തരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കവിത കാവ്യാലാപനത്തിൽ കണ്ടാലും എനിക്ക് പ്രൈവറ്റ് മെസ്സേജ് അയച്ചാൽ അതിൽ ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്നും പറയും. അത് മാത്രമല്ല, ഗദ്യ കവിത, വിശേഷിച്ചും ഗദ്യ കവിത, എസ്ര ബൗണ്ടിനെയൊക്കെ പരിചയപ്പെടുത്തി തന്നെ TVB ആണ്. ഞാൻ ആ രീതിയിൽ സീരിയസ് ആയിട്ട് ഗദ്യ കവിതയെക്കുറിച്ച് വായിക്കാൻ ഉള്ള പ്രചോദനവും സോഴ്സും TVB ആണ്. ഇങ്ങനെ പുസ്തക പ്രകാശനുണ്ട്, ഒരു കവിത ചൊല്ലിത്തരണം എന്ന് ഞാൻ പറഞ്ഞു. ഇത്രയും കൂടി പറഞ്ഞു, ഞാനൊരു കവിത ചൊല്ലിത്തരും, ഇനിയിപ്പോൾ ആ കവിതയിൽ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ചൊല്ലണം. അപ്പോൾ ഏൽക്കുകയും കവിത ചൊല്ലിത്തരുകയും ചെയ്തു. ഇന്നിവിടെ വരെയും, ഈ മലയത്തിലൊക്കെ പോയി എത്തിയിട്ടുള്ളൂ, ഇന്നിവിടെ വരെയും നല്ല വാക്കുകൾ പറയുകയും കവിത. സ്നേഹം. ദാസേട്ടൻ്റെ കവിത ആലാപനം പണ്ടും നമ്മൾ കേട്ടിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട്. ദാസേട്ടനോട് കറുത്ത സ്വപ്നം എഴുതി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു കവിത ഇത് ചൊല്ലിത്തരുമോ എന്ന് ചോദിച്ചു. ചൊല്ലിത്തരാമെന്ന് പറഞ്ഞു. ദാസേട്ടൻ ചൊല്ലി അയക്കുകയും ചെയ്തു. ചൊല്ലി കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ എൻ്റെ കവിതയല്ല എന്ന് മട്ടായി. കവിത അങ്ങനെ ചിറകടിച്ച് ആകാശത്തിലേക്ക് പറക്കുന്ന ഒരു കാഴ്ച. ഓരോ കവിതയും വ്യത്യസ്തമായ ചിറകുകളാണ് ദാസേട്ടൻ്റെ ശബ്ദത്തിൽ. ജ്യോതിയത്തിക്ക് വയ്യാണ്ടിരിക്കാനാണ്, എന്നാലും ദാസേട്ടൻ കവിത ചൊല്ലാനും നല്ല വാക്ക് പറയാനും വന്നു. എനിക്ക് എന്താ പറയണ്ടേന്ന് തന്നെ അറിയില്ല. മാഷ് വരണ പോലെ മാഷേ എന്ന് വിളിക്കും, എന്നിട്ട് കവിത ചൊല്ലിത്തരണം എന്ന് പറയും. ഞാൻ മഴ, വിജയലക്ഷ്മിയുടെ മഴ മാഷ് ചൊല്ലിയത് ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം കേട്ടോ. അതിലും നന്നായിട്ട് ആ കവിത ഈ ലോകത്ത് ആർക്കും ചൊല്ലാൻ പറ്റില്ല. ആ കവിത ഇട്ടിട്ട് മാഷ്ക്കൊരു മെസ്സേജ് അയച്ചു, ഈ കവിത ചൊല്ലിയ ആളെ നേരിട്ട് കണ്ടാലൊന്ന് നമസ്കരിക്കണം എന്നുണ്ട്. അപ്പോൾ മാഷ് പറഞ്ഞു, നമസ്കാരം തൽക്കാലം വേണ്ട, ഇടയ്ക്കൊക്കെ വർത്തമാനം പറയൂ എന്നാണ് പറഞ്ഞത്. എനിക്ക് മെസ്സേജ് വന്നത്, ഇടയ്ക്കൊക്കെ വർത്തമാനം പറയൂ. ഞാൻ പറഞ്ഞു, വർത്തമാനം തുടങ്ങിയാൽ നിർത്താത്ത ഒരു തൊഴിലും സ്വഭാവവും എനിക്കുണ്ട്, ബുദ്ധിമുട്ടാവുമ്പോൾ പറഞ്ഞോളാം. ബുദ്ധിമുട്ടായോ എന്നറിയില്ല, എന്നാലും ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വരും, എന്നെക്കുറിച്ച് നല്ലത് പറയും, കവിത ചൊല്ലിത്തരുകയും ചെയ്തു. ഇനിയും ശല്യം തുടരും. സ്നേഹം. പക്ഷേ ഈ കവിത പുസ്തകം ആക്കുന്നതിന് പറ്റി പറയാൻ വേണ്ടി മാത്രം ഞാൻ പ്രശാന്തിന് ഒരു 10,000 മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. ഇതിനുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു 250-300 ഫോൺ കോൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ടാവും. അതിലൊരു 100-150 ആണെങ്കിലും അവസാനം അടിച്ച് പിരിഞ്ചാച്ച് എന്ന സ്ഥിതിയിലാണ് അവസാനിച്ചിട്ടുള്ളത്. അപ്പം നന്ദി പറയുമ്പോൾ ഇതിനൊക്കെ ചേർത്ത് പറയണ്ടേ.
ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വരുന്നു എന്നൊക്കെ ആലങ്കാരികമായിട്ട് പറഞ്ഞാലും വാക്ക് വെറും വാക്കാണ്. അതിന് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. താങ്ക്സ് ബ്രോ, യു ആർ എ ഗ്രേറ്റ് ഫ്രണ്ട്. ഇനി വേദിയിൽ ഇല്ലാത്ത രാജീവ് മാഷെക്കുറിച്ചും കൂടി പറയണം. രാജീവ് മാഷ് വരാം എന്ന് ഏറ്റതാണ്. വന്ന് ഭംഗിയാക്കി തരാൻ കുട്ടി എന്നാണ് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നത്. ഇന്നലെ മിനിയാന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോവാതെ പറ്റില്ല, കുടുംബത്തിലെ കല്യാണമാണ്, നാളെ ഞാൻ മുഖം കാണിച്ച് വരാം എന്നൊക്കെ പറഞ്ഞു. ഒട്ടും പറ്റാത്തതുകൊണ്ട് എന്നോട് കവിതയും കൂടി ചോദിച്ചു, ഏത് കവിതയാണ് ഞാൻ ചൊല്ലേണ്ടത്, കവിത എനിക്ക് അയച്ചു തരൂ, ഞാൻ ചൊല്ലാം എന്നൊക്കെ പറഞ്ഞു. ഒട്ടും പറ്റാത്തതുകൊണ്ടാണ് മാഷ് വരാത്തത്. എനിക്കറിയാം മാഷിൻ്റെ മനസ്സ് ഇവിടെയുണ്ട്. കാവ്യാലാപനത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മുഖമാണ് രാജീവ് മാഷ്. മാഷിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ മാഷ് എൻ്റെ സ്നേഹം. ഇനി ഒരാളെയും കുറിച്ചും കൂടി എന്തായാലും പറയണം. ഈ കവിതകൾ പുസ്തകമാക്കണം എന്നൊരാഗ്രഹം തോന്നിയപ്പോൾ ഒപ്പം തോന്നിയൊരു കാര്യം, ഈ കവിതകൾക്ക് അനിയേട്ടൻ മാധവൻ PN ചിത്രം വരച്ച് തരണം എന്നാണ്. അപ്പം ഞാൻ അനിയേട്ടനോട് ഇതെങ്ങനെ പറയും, സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഏതാണ്ട് നല്ല ഉറപ്പാണ്. ഇതെങ്ങനെ പറയും എന്ന് ആലോചിച്ചിട്ട് 2-3 റിഹേഴ്സൽ ഞാൻ നടത്തി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു വോയിസ് മെസ്സേജ് അയച്ചു. വോയിസ് മെസ്സേജിൽ പറയുകയും ചെയ്തു, ഇത് റിഹേഴ്സൽ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അനിയേട്ടൻ്റെ മറുപടി പതിവ് പോലെ വന്നു, എനിക്ക് കവിതകൾക്ക് ചിത്രം വരയ്ക്കാനുള്ള യോഗ്യത ഇല്ല, പ്രൊഫഷണലി ഇല്ല, കരിയർ വൈസ് ഇല്ല, പേഴ്സണലി ഇല്ല, കഴിവുള്ള ആൾക്കാരോട് പറഞ്ഞോളൂ. എന്നിട്ട് അത് പറഞ്ഞ് ഞാൻ മിണ്ടാതിരുന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അടുത്ത വോയിസ് മെസ്സേജ് വന്നു, ഞാൻ ജോലി അന്വേഷിച്ച് നടന്ന കാലത്ത് ഒരു എഡിറ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെ വരയ്ക്കുന്ന കാലത്ത് സ്നേഹമുള്ള ആൾക്കാർ അമ്മായി എന്നൊക്കെ പറയും, അത് അവർക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പറയണതാണ്, അല്ലാണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല, അതുകൊണ്ട് എന്നോട് നോക്കണ്ട, ആരോടെങ്കിലും. ഞാൻ പറഞ്ഞു, ഞാൻ ഈ കവിത എഴുതണതും എന്നോട് സ്നേഹമുള്ള ആൾക്കാർ അമ്മായി എന്ന് പറയുന്നതുകൊണ്ട് മാത്രമാണ്, അതുകൊണ്ട് എൻ്റെ കവിത അനിയുടെ തന്നെ വരച്ചാൽ മതി. എന്നിട്ട് അനിയുടെ സമ്മതിച്ചില്ല. അവസാനം പിന്നെ ഞാൻ കോട്ടയത്ത് വന്ന് നിരാഹാരം ഇരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അനിയുടെ ചിത്രം വരച്ചു തന്നത്. കുറേ കഷ്ടപ്പെട്ടിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് വരച്ചത്, രാത്രിയൊക്കെ ഉറക്കമില്ലാതെ അങ്ങനെ വരച്ചു തന്നു. പിന്നെ ഈ പുസ്തകം മുഴുവൻ പ്രൂഫ് റീഡ് ചെയ്തു തന്നു. പുസ്തകത്തിന്റെ ടൈറ്റിൽ ഒരു അനിയേട്ടൻ വളരെയധികം 2-3 ദിവസം രാത്രി ഉറങ്ങാതെ ടൈറ്റിലിന്റെ ബാക്ക്ഗ്രൗണ്ടിന് എന്താ കളർ വേണ്ടത്, ടൈറ്റിലിന്റെ കളർ എന്താ വേണ്ടത്, അടിയിൽ എഴുതിയ പേരിന്റെ കളർ എന്താ വേണ്ടത്, ഫോണ്ട് സൈസ് എന്താ വേണ്ടത്, ഓരോന്നും വിസ്തരിച്ച് തിരുത്തി അനിയേട്ടന് തൃപ്തിയാവുന്ന രീതിയിൽ ഈ പ്രിയ നഗരമേ നിനക്ക് എന്ന് ആക്കി. ഒരുപാട് സമയം എടുത്തിട്ട്, വളരെ തിരക്കുള്ള ആളാണ് അനിയേട്ടൻ്റെ. ആ സാന്നിധ്യമാണെങ്കിലും എനിക്ക് ആ സ്നേഹം പറയാതെ വയ്യ. പിന്നെ ആലക്കാട്ടൂർ നാരായണൻ അവിടെ നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. സ്നേഹം. ഷാബു വളരെ കഷ്ടപ്പെട്ടാണ് വന്നത്, വളരെ കഷ്ടപ്പെട്ടാണ് വന്നത്. ഞാൻ നിർബന്ധിക്കുകയൊക്കെ ചെയ്തു എന്തായാലും ഷാബു വരണം. എന്നാലും ഞാൻ വിചാരിച്ചു, ഷാബു ഓൾറെഡി ഏപ്രിലിൽ 2 പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നുപോയി, ഇനി വരാൻ ബുദ്ധിമുട്ടാവും. ഞാനത് മാനസികമായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വരാതെങ്കിൽ മറിയാൻ ചൊല്ലണം എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബസ്സൊക്കെ പിടിച്ചിട്ട് മംഗലാപുരം വരെ വന്നു. അത് കഴിഞ്ഞ് 2 മണിക്കൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നു. കവിതയോടുള്ള സ്നേഹം കൊണ്ടാണ്. ഷാബു എങ്ങനെ പറയണം എന്നറിയില്ല, സ്നേഹം പറഞ്ഞാൽ മതിയാവില്ല. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും ഞാൻ ആരെ പേരെടുത്ത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു നിമിഷമാണത്. എല്ലാവരോടും സ്നേഹം. ഒരാളുടെ കൂടി കാര്യം പറയാതെ ചെയ്തത്. ഈ മോഹൻലാൽ സിനിമയിൽ പറഞ്ഞ പോലെയാണ്, ഭ്രാന്തുള്ളവരുടെ കൂടെ കഴിയാൻ ബുദ്ധിമുട്ടാണ്, ഭ്രാന്ത് എഴുതുന്നവരുടെ കൂടെ കഴിയാൻ ഏറെ ബുദ്ധിമുട്ടാണ്. 24 മണിക്കൂർ ഈ ഭ്രാന്ത് എഴുതുന്ന ഒരാളുടെ കൂടെ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ആ സഹനം ഞാൻ കാണാതെ പോവാറുണ്ട്. പലപ്പോഴും വേണ്ട പോലെയൊക്കെ അംഗീകരിക്കാതെ പോവാറുണ്ട്. താങ്ക്സ് മാം. I don't always tell you, but always tell you. എൻ്റെ കവിതകളുടെ ക്രിട്ടീക്കും
ഭദ്രയാണ്. അമ്മ എഴുതാതെ എന്തിനാ എന്ന് ഭദ്രയോട് ചോദിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ 1-2 കവിതകൾ ഭദ്രയുടെ ഭാഷയിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഭദ്രയും കൃഷ്ണനുമാണ് എൻ്റെ കവിത. ഒരേ മുഖം, നമുക്കൊരേ കുളിർ, ഉരുക്കവും വേരും. നന്ദി, സ്നേഹം.